ഹായ്, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ സംസാരിച്ച വീഡിയോ തന്നെ ക്ലിപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രിമ്മർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്ലിപ്പറുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് മിഡാസ് ബ്യൂട്ടി ലാബ് എന്ന് പറയുന്നത് മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചിയുടെ യൂട്യൂബ് ചാനലാണ്. പലർക്കും സംശയമാണ് നമ്മുടെ അക്കാഡമി ആണോ എന്നുള്ളതാണ് കൂടുതലൊരു സംശയം വരുന്നത്. നമ്മുടെ അക്കാഡമി അല്ല, നമ്മൾ ബ്യൂട്ടി പാർലർ ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഒരു സലൂൺ തുടങ്ങുന്നതിന് ആവശ്യമായ A to Z സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യാം. മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന് പറഞ്ഞ പേര് നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. സാബു മിഡാസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന പേരിൽ തന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ പേജും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഞങ്ങൾ ആരാണെന്നും എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാം. കൂടുതൽ ആളുകൾക്കും അറിയുന്നവരാണ്. എന്നാലും പലപ്പോഴും എനിക്ക് അക്കാഡമി ആണോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കോൾ വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത്. എൻ്റെ പേര് സാബു എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച ക്ലിപ്പേഴ്സിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ക്ലിപ്പറുകളെ കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും പറയുന്ന 2-3 കാര്യം, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്ലിപ്പേഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കംപ്ലീറ്റ് മുടി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ടാവും. അതൊരു എന്താ പറയുക, ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ മുടി തിങ്ങിയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ പോയി. ഇതാണ് നമ്മുടെ അടുത്തേക്ക് ഭൂരിഭാഗവും കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞു വരുന്നത്. അതില്ലാതെ തന്നെ ശരിക്കും പറയുന്നത് ഒരു 5 to 6 months നമുക്ക് അത് വളരെ ക്ലിയറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന സംഭവമാണ് ഈ ക്ലിപ്പർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലഗിൽ നിന്ന് എപ്പോഴും ക്ലിപ്പർ ഊരിയെടുക്കുക, അല്ലെങ്കിൽ ട്രിമ്മർ ഊരിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ ഊരി വെച്ചേക്കുന്ന സാധനം ഞാൻ പറഞ്ഞ പോലെ ആ ക്ലിപ്പറിൻ്റെ മുകളിൽ കൂടെ വയർ ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ആ ക്ലിപ്പർ, ഞാനും ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്ത് വന്നിട്ട് മുടി വെട്ടുന്ന ആളാണ്. അപ്പോൾ ആ സാധനം എടുക്കുന്നതും ഒട്ടുമിക്ക സലൂണിലും ഞാൻ പലപ്പോഴും ചെല്ലുമ്പോഴും കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൊണ്ടുവരുന്ന സാധനവും ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിട്ടാണ് വരാറ്. അത് മാറിയിട്ട് നമ്മളൊരു വർക്ക് കഴിയുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്ത് വളരെ പ്രോപ്പറായിട്ട്, പലപ്പോഴും ട്രിമ്മർ വയ്ക്കാൻ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രൊഫഷണലിസം നമുക്ക് ഫീൽ ചെയ്യും. നേരെ മറിച്ച് പെട്ടെന്ന് വരുന്ന ഒരു ഡ്രോയിങ്ങിനെ വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങൾ കൂട്ടത്തിൽ തിരഞ്ഞ് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു, എത്ര മോശമാണ്. അപ്പോൾ അതില്ലാതെ നല്ല എല്ലാ സാധനങ്ങളും വളരെ വ്യക്തമായിട്ടും ക്ലീനായിട്ടും വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് തന്നെ നിങ്ങളെക്കുറിച്ചൊരു മതിപ്പുളവാക്കും. ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പൈസ മുടക്കുന്നതിലല്ല, അവർക്ക് കിട്ടുന്ന ആ ഒരു പരിഗണന അവിടെ വൃത്തിയും വെടിപ്പുള്ളതായിരിക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, നിങ്ങളുടെ ടൂൾസ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ആ മുടി കുടുങ്ങുന്നത് ഓരോ വർക്ക് കഴിയുമ്പോഴും ഈ നമ്മൾ ക്ലിപ്പർ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ബ്രഷ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു 30-40 രൂപ എടുത്ത് ടൂത്ത് ബ്രഷ് കിട്ടും. അത് വെച്ചിട്ട് ഓരോ വർക്ക് കഴിയുമ്പോഴും ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ കൊറോണ പോലെയുള്ള പ്രശ്നങ്ങളുള്ള കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ അല്ലെങ്കിൽ പോലും നമ്മൾ ഒരാളുടെ ശരീരത്തിൽ മുടി വെട്ടുമ്പോൾ എന്തായാലും സ്കിന്നിലൊക്കെ ടച്ച് ചെയ്തിട്ടാണുള്ളത്. ചിലർക്ക് എന്താ പറയുക, ചുണങ്ങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഒരു 70% ആൽക്കഹോളുള്ള ഒരു സാധനം നമുക്ക് എന്താ പറയുക, ഒരു ലോഷൻ നമുക്ക് കിട്ടും ക്ലീൻ ചെയ്യാനായിട്ട്. അത് വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ് ഈ 2 സാധനങ്ങൾ. രണ്ടും വാൾ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്, അമേരിക്കൻ പ്രോഡക്റ്റാണ്. ഇത് ക്ലിപ്പർ ഓയിൽ, അതായത് നമ്മുടെ മെഷീൻ ഓരോ വർക്ക് കഴിയുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ബ്ലേഡിലൂടെ ഒരു 3 ഡ്രോപ്പോ ഒഴിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ആ ക്ലിപ്പർ ഒന്ന് ഒരു 3 seconds 5 seconds ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ആ ഓയിൽ ഇവൻലി എല്ലായിടത്തേക്കും വരും. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക. മെഷീൻ ലോങ് ലാസ്റ്റ് ചെയ്യും, ബ്ലേഡിൻ്റെ മൂർച്ച ഒരിക്കലും നഷ്ടപ്പെടില്ല. ആ ടൈറ്റ്നെസ് വരാത്തതുകൊണ്ട് തന്നെ മോട്ടർ അതിൻ്റെ ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഒപ്പം തന്നെ മെഷീൻ ചൂടാവുന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന പീരീഡ് ലെങ്ത്ത് കൂടിയതാണെങ്കിലും ഇതൊരു കൂളിംഗ് എഫക്റ്റ് കൂടി ഉള്ളതാണ്.
അപ്പോൾ അതിന് ഇത് സഹകരിക്കും. മറ്റൊന്ന് ഹൈജീനിക് സ്പ്രേ. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അത് എപ്പോഴും ക്ലീൻ ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഭവമാണ് ഹൈജീനിക് സ്പ്രേ. ഉറപ്പായിട്ട് നിങ്ങളുടെ ക്ലിപ്പറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസിൽ ഒരു കസ്റ്റമറുടെ മുന്നിൽ വെച്ചിട്ട് അത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കൂടി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തോളുന്നില്ല, പക്ഷേ അവിടെ വന്നിരിക്കുന്ന ആ കസ്റ്റമർക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ചിലപ്പോൾ നമ്മളത്ര ശ്രദ്ധിച്ചോളുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ബിസിനസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സലൂണിലേക്ക് വന്നാൽ ഞാനൊരു കസ്റ്റമറാണ്. അത് വളരെ വൃത്തിക്കും ക്ലീനുമായിട്ടാണ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ആ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ട്രിമ്മറിൽ വളരെ ലോങ് ലാസ്റ്റ് ചെയ്യും. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിപ്പർ ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് 2 മെഷീൻ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഇതിൻ്റെ പേര് മാജിക് ക്ലിപ്പ് എന്നാണ്. പലപ്പോഴും നമ്മൾക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എന്തുകൊണ്ടാണെന്നറിയില്ല ഇത് ചോദിച്ചു വന്ന് കൂടുതൽ പേരും തൃശ്ശൂരിൽ നിന്നുള്ളവരാണ്. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഒരു 4 കസ്റ്റമേഴ്സെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് തൃശ്ശൂരിൽ നിന്ന് ചോദിച്ചിട്ട് വന്നത്. അപ്പോൾ വാൾ മാജിക് ക്ലിപ്പ്, ഇതിന് കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. ഇത് സ്മൂത്തായിട്ടുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താ പറയുക, നമ്മുടെ വാളിൻ്റെ സൂപ്പർ ടേപ്പർ പോലത്തെ ഹെവി വർക്കിന് വേണ്ടിയിട്ടല്ല, പക്ഷേ കുറച്ചുകൂടി കംഫർട്ടായിട്ട് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ കോഡ്ലെസ് ആണ്, രണ്ടുമുണ്ട്. കോഡ് വെച്ചിട്ടും യൂസ് ചെയ്യാം, കോഡ് ഇല്ലാതെ യൂസ് ചെയ്യാം. ബാറ്ററി കൊടുത്തിരിക്കുന്നത് ലിത്തിയമാണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഇതിൽ പ്രത്യേകതയുള്ളത്. വാളിൻ്റെ തന്നെ 5 സ്റ്റാർ സീരീസ് എന്ന് പറയുന്ന സീരീസിൽ വന്നാണ്. അതിൻ്റെയാണ് ഇവിടെ ഒരു 5 സ്റ്റാർ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൽ ടേപ്പർ ലിവർ, അതായത് നമുക്ക് ഇതിൽ തന്നെ ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുണ്ട്. അതുകൂടാതെ അഡ്ജസ്റ്റ് ടു 0, ഓക്കെ, നമുക്ക് 0 കണ്ടീഷനിലേക്ക് വരെ ഈ ഒരു ലിവർ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കോഡുണ്ട്, കോഡ്ലെസ് ഉണ്ട്, 2 ഇയർ കമ്പനിയുടെ വാറണ്ടി ഉണ്ട്. മെയ്ഡ് ഇൻ USA തന്നെയാണ്. നിങ്ങൾക്കറിയാം വാളിൻ്റെ ചില പ്രൊഡക്റ്റ് ചൈനയോ അല്ലെങ്കിൽ ദുബായി ഒക്കെ വരാറുണ്ട്. പക്ഷേ കമ്പനി ഗ്യാരണ്ടി നൽകുന്ന കമ്പനിയുടെ ഓൺ പ്രോഡക്റ്റ്. ഇത് മെയ്ഡ് ഇൻ US തന്നെയാണ്. ഇതിൻ്റെ ഈ സ്മൂത്ത് കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പിക്ചർ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ പിക്ചേഴ്സ് അത്ര സ്ട്രോങ് അല്ലാത്ത, നമ്മൾ കട്ട് ചെയ്തതിന് മുകളിലേക്ക് സ്മൂത്ത് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ബ്ലേഡിൻ്റെ വേരിയേഷൻ അവർ പറയുന്നത് 0.8 mm മുതൽ 2.5 mm വരെ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ പെർഫോമൻസ് ബ്ലേഡ് പവർ, ഓക്കെ, കുറച്ച് അവരുടെ ക്ലിപ്പേഴ്സ് ഏതാണ്ട് 448 ക്ലിപ്പ് തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. പ്ലസ് ഒരു വാൾ കോമ്പ് എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഓയിലും ഇത് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു ബ്രഷും പിന്നെ ആ ബ്ലേഡിനെ ഗാർഡ് ചെയ്യാനുള്ളൊരു ബ്ലേഡ് ഗാർഡറുണ്ട്. ഞാനിത് തുറന്നിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് വരിക. അതിലൊരു മെഷീൻ ഉണ്ടാവും, അതിൻ്റെ റീചാർജ് ചെയ്യാനുള്ള കോഡ് ഉണ്ടാവും, പ്ലസ് അതിൽ അവർ പറഞ്ഞിരിക്കുന്ന 8 ക്ലിപ്പേഴ്സ് അത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇത്ര വരുന്നൊരു പാക്കാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നായിട്ട് നിങ്ങളെ എടുത്ത് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കോമ്പ്, വാളിൻ്റെ തന്നെ, അതിൽ അവരുടെ ബ്രാൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാൻ വരുന്ന ഓയിലും അത് ക്ലീൻ ചെയ്യാനുള്ള ഞാൻ പറഞ്ഞ ബ്രഷും അതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ 8 ക്ലിപ്പ്, ഞാനിത് ഈ ചെറുത് വേണമെങ്കിൽ ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അതിൽ അവർ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്, 1, 2, 3 നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷോടുകൂടി തന്നെയുള്ള. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാം 1.5 ഇഞ്ച് എന്നുള്ളത് വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് മെഷീൻ. ഇത് ബ്ലേഡ് ഗാർഡ് ചെയ്യാനായിട്ട് അവരൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ പോലെ ഇങ്ങനെ ഒരു ഗാർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ ഇതാണ് മെഷീൻ. ഇതിപ്പോൾ വർക്കിംഗ് ആണ്, ഓണും ഓഫും. റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ നിലവിൽ ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് ഒരേ സമയം ചാർജ് ചെയ്തിട്ടും ചാർജ് ചെയ്യാതെയും യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത് ഓണാക്കാനായിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്കിത് കണ്ടോ, ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അത്ര വെയിറ്റൊന്നും ഇല്ല, കാരണം ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററി ലിത്തിയം ബാറ്ററി ആയതുകൊണ്ട് തന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി അതിൻ്റെ കൂടെ വരുന്നത് അതിൻ്റെ ചാർജറാണ്. കുറച്ച് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പവർഫുള്ളായിട്ടുള്ള ചാർജറാണ്. 2 പിൻ പോലത്തെ ഒരു റേഞ്ചിൽ വരുന്നത്.
ഇതാണ് ഈ മെഷീനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു വിലഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ മെഷീനെ കുറിച്ചുള്ളൊരു സംസാരം അവസാനിപ്പിക്കാം. ഇനി ഇതിൻ്റെ ഫൈനൽ പാർട്ട്, ഇതിൻ്റെ വില മാജിക് ക്ലിപ്പ് എന്ന് പറയുന്ന 5 സ്റ്റാർ സീരീസിലുള്ള വാളിൻ്റെ ഈ മെഷീൻ്റെ വില 10,000 രൂപയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മിഡാസിൻ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ മെഷീൻ വേണമെന്നുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഒരു മെഷീൻ കൂടി ഉണ്ട്. ആ മെഷീൻ്റെ പേര് സീനിയർ എന്നാണ്, സെയിം 5 സ്റ്റാർ സീരീസിലുള്ള. അതുകൂടി ഞാൻ നിങ്ങളെ ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്, അതിൻ്റെ വ്യത്യാസം പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് മെഷീൻ സീനിയർ ഹെവി ഡ്യൂട്ടി മെറ്റൽ കേസ്. അതായത് മറ്റത് നമ്മൾ നേരത്തെ കാണിച്ചത് ചെറിയ സ്മൂത്തനിങ് ആയിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അവർ പറയുന്നത്, ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, മുടിയുടെ ഒരു കണ്ടീഷൻ കണ്ടോ, കുറച്ചുകൂടി ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ, അത്ര സ്മൂത്ത് അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്യുന്നതിനുള്ള മെഷീനാണ്. ഹെവി ഡ്യൂട്ടിയാണ് സാധനം, എന്നുവെച്ചാൽ ഭയങ്കര പവറാണ്. ഹെവി ഡ്യൂട്ടി കേസ്, സെയിം ബ്ലേഡിൻ്റെ അളവും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഡും കോഡ്ലെസ്സുമായിട്ട് യൂസ് ചെയ്യാം. 2 ഇയർ വാറണ്ടി, 2 ഇയർ വാറണ്ടി, സോറി 2 ഇയർ അല്ല 2 ഇയർ വാറണ്ടി. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മറ്റേൻ്റെ അത്രയും ഐറ്റംസ് അവർ അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടില്ല. 3 ക്ലിപ്പ്, അതുപോലെ തന്നെ ബാക്കിയുള്ള മറ്റേലുണ്ടായിരുന്ന സാധനങ്ങൾ. ക്ലിപ്പ് മറ്റേതിൽ 8 എണ്ണമായിരുന്നെങ്കിൽ ഇതിൽ 3 എണ്ണേ ഉള്ളൂ. ഞാനിനി ഇത് തുറന്നിട്ട് ഒന്ന് കാണിച്ചു തരാം. എക്സ്ട്രാ പാക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ശരിക്കും സീറോയിലേക്ക് തന്നെ, ഇവിടുന്ന് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സീറോയിലേക്ക് തന്നെ അതിൻ്റെ ആ ലിവറിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. മാത്രമല്ല മറ്റേ ഞാൻ ആദ്യം കാണിച്ച മാജിക് ക്ലിപ്പ് എന്ന് പറയുന്ന മെഷീനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഡബിൾ വെയിറ്റ് പോലെ തോന്നുന്നുണ്ട്. അത്ര നല്ല വെയിറ്റും ഭയങ്കര ഒരു നമുക്ക് പിടിക്കാനും വർക്ക് ചെയ്യാനും ഒരു നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേര് സീനിയർ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 5 സ്റ്റാർ സീരീസിൽ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ ആ കവർ ചെയ്യാനുള്ള ക്ലിപ്പും കാര്യങ്ങളുണ്ട്, അഡ്ജസ്റ്റബിൾ ലിവർ. ഇത് ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു പവർ. ഓക്കെ, ലിത്തിയം ബാറ്ററി ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ കേസ് മറ്റേതിൻ്റെ പോലെയല്ല, മെറ്റൽ കേസാണ്, ഹെവി കേസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന വൈറ്റ് കളറിലാണ്. സാധാരണ എല്ലാം ബ്ലാക്ക് കളറിലാണ് നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ, പക്ഷേ ഇങ്ങനെ വൈറ്റ് കളറിൽ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് വരുന്നത്. ബാക്കി എല്ലാം നമ്മൾ നേരത്തെ കാണിച്ച അതേ മെഷീൻ്റെ സംഭവം തന്നെയാണ്, ക്ലിപ്പർ കുറവാണെന്നേ ഉള്ളൂ. ഇനി ഈ മെഷീൻ്റെ വിലഭാഗം, സൂപ്പർ മെഷീനാണ്. ഇതിൻ്റെ വില വരുന്നത് ഇച്ചിരി കൂടുതലാണ്, 16,500 ഈ ട്രിമ്മറിൻ്റെ വില. ക്ലിപ്പർ, ട്രിമ്മർ എന്തുകൊണ്ടും പറയാം. ഹെവി ഡ്യൂട്ടിയാണ്, 2 ഇയർ ഗ്യാരണ്ടി ഉള്ള ഈ മെഷീൻ്റെ വില 16,500. ആസ് യൂഷ്വൽ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടാവും. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു മസ്കുലർ ഷേപ്പും പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, അതിനൊരു ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്, അത്രത്തോളം സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ നമുക്ക് പൂർത്തിയാക്കാം. ഇനി ട്രിമ്മേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, സൗകര്യം പോലെ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കാം. ജെൻസിൻ്റെ സാധനങ്ങൾ കാണിക്കാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇത് കാണിച്ചപ്പോൾ സമയം കിട്ടാതെ വന്നപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലത്തെ ബാലൻസ് ആയിട്ട് ചെയ്തതാണ്. നിങ്ങളുടെ പുതിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേകിച്ചും ജെൻസിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി നമ്മൾ വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെല്ലാ പ്രാവശ്യം പറയുന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോയുമായി ഞങ്ങൾ അടുത്തൊരു ദിവസം വരും. ഞായറാഴ്ച ദിവസം നമ്മൾ നോർമലി വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല, അതുകൊണ്ട് നാളെ വീഡിയോ ഉണ്ടാവില്ല. ഇനി അടുത്ത തിങ്കളാഴ്ച. അതുവരത്തേക്കും നമ്മൾ തൽക്കാലം ബൈ. ഞങ്ങളുടെ ക്യാമറമാൻ അജീഷിനൊപ്പം. ഓക്കെ.